ഹലോ ഗൈസ്, മീറ്റ് മിസ് ബിആർഒസി. ബിആർഒസി ആരാന്നായിരിക്കും ചിന്തിക്കുന്നത്? ഞാൻ തന്നെ. സോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിആർഒസി, വീട് കോട്ടയത്ത്. ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 അല്ല 20 പ്ലസ് ടു കഴിഞ്ഞിട്ടായി. എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സോ എനിക്ക് വേണം. ആ ഒരൊറ്റ മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പം ടിക്ടോക്കിൽ നിന്ന് മോചനം കിട്ടിയ എനിക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒരു ആശ്വാസപ്പെടുത്തമായി. പക്ഷേ എൻ്റെ ടിക്ടോക്കിലെ വീഡിയോസ് ആർക്കും കിട്ടില്ല ഒറ്റ പറഞ്ഞു ഞാനിപ്പം എല്ലാ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അതെ, നമ്മുടെ വിഷയമല്ലല്ലോ. പക്ഷേ നമ്മുടെ വിഷയം എന്താ? നമുക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങി, ഡാൻസിൻ്റെ റീൽസും ഒക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇല്ല, നമ്മളെപ്പോഴത്തെ അക്കൗണ്ടൊക്കെ എവിടെ റീച്ച് ആവാൻ എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു 3-4 months മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവർക്ക് ഞാൻ ഒരു പാട്ട് പാടി അയച്ചു. പാട്ട് പാടാൻ കഴിവൊന്നുമില്ല എന്ന് ഞാൻ പറയത്തില്ല, ചെറുതായിട്ട് കഴിവൊക്കെ ഉണ്ട്. അപ്പം അവൾക്ക് അയച്ചു കൊടുത്ത ആ പാട്ട് ഞാൻ ചുമ്മാ ഒന്ന് സ്റ്റോറി ഇട്ട് പേരും പറഞ്ഞു, പാട്ട് നല്ലതാണല്ലോ, എന്തിനാ സ്റ്റോറി ഇടുന്നത്, നിനക്ക് ഇത് റീൽസ് ആക്കി ഇട്ടൂടെ. ഒരു 200ഓളം ഫ്രണ്ട്സ് ഒന്നുമല്ല, ഒരു 5-6 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ പറഞ്ഞതിൽ ഇട്ടാലോ എന്നൊക്കെ ഒരു ആലോചനയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് റീൽസ് ഇട്ടു. തുടക്കത്തിൽ എൻ്റെ ഫോളോവേഴ്സിന് മാത്രമുള്ള ലൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നമ്മുടെ കൂടെയുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ആ ഒരു ടൈം വരെ എൻ്റെ അക്കൗണ്ട് ആക്റ്റീവ് അല്ലായിരുന്നു, മീൻസ് ചത്ത് കിടക്കുമായിരുന്നു. ഇനാക്റ്റീവായ ഞാനും ഇനാക്റ്റീവായ എൻ്റെ അക്കൗണ്ടും. അങ്ങനെ ഇരിക്കെ ഈ ആക്ടിവിറ്റി കുറച്ച് കൂടി ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽസ് കൂടുതൽ ഇടാൻ തുടങ്ങി. എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് നല്ല ഫ്രണ്ട്സ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളോർക്കും ഈ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കണ്ടു വിശ്വസിക്കാൻ പാടില്ല, ശരിയാണ്. പക്ഷേ നല്ലവരുണ്ടോ, ആരുടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും എനിക്ക് ഈ പേര് പറയണം. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നമ്മുടെ മ്യൂസിക് റിയാക്ട് ചെയ്യുന്ന ഷെബിൻ ആക്മലിന് ഒരു മെസ്സേജ് അയക്കുന്നു. ചേട്ടാ, എൻ്റെ റീൽസിന് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞു, പിന്നെന്താ ചേട്ടാ കാലോ എന്ന്. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പുള്ളി വീട് കോട്ടയത്താണ്, എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പം നമ്മൾ പെട്ടെന്ന് കമ്പനിയായി, പിന്നെ നല്ല ഫ്രണ്ട്സായി. അങ്ങനെ ഞാൻ റീൽസ് ഒക്കെ അടിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത്യാവശ്യം ഫോളോവേഴ്സ് കുഞ്ഞായിട്ട് കയറാൻ 1000-2000 ഒക്കെ എത്തി, ചെറുതായി. എന്താ ഉദ്ദേശിച്ചത്, എന്താ പറയാൻ വന്നേ മറന്ന് സത്യം പറഞ്ഞാൽ. സോ എനിക്കിതാണ് പറയാനുള്ളത്. നമ്മൾ പലരും നമുക്ക് ഒരുപാട് കഴിവുണ്ടെങ്കിൽ പോലും നമ്മൾ എന്തോ ചെയ്യുന്നത്, നമുക്ക് പേടിയാ. ഇൻസ്റ്റാഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ട്രോള് കിട്ടും, ആൾക്കാർ എന്ത് വിചാരിക്കും, കളിയാക്കും. എനിക്കിതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പലരും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ നാണം കിടത്താനായിട്ട്, എൻ്റെ പൊന്നിൽ നീ ഏറെ കയറും. അപ്പോഴും എൻ്റെ മനസ്സിൽ ശരിയാ, മേ ബി പിന്നെ രണ്ടും കൽപ്പിച്ചാൽ കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ ഈ 143 പോസ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഈ 6-7 വർഷമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ റീൽസും കുറേ വീഡിയോസ്. അതിലിപ്പോൾ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങി. കാരണം എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ട് 10K പ്ലസ് 100K വ്യൂസ് വരെ. ഇപ്പം നിങ്ങൾ ആലോചിക്കും ഈ 10K 100K ഒക്കെ വലിയ സംഭവമാണോ? എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവം, ഒരു അവാർഡ് കിട്ടിയെന്ന് തോന്നി. ഇത് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ആവും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു 10,000 ലൈക്ക് അല്ലെങ്കിൽ ഒരു 100K വ്യൂസ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമോഷൻ തന്നെ നമുക്കത്. യെസ്, ലൈഫ് ഒന്നേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആക്കിയെടുക്കണം. അത് നമ്മളെ കൊണ്ടേ പറ്റത്തില്ല, ആരെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ മേ ബി നമ്മളെ ഓക്കെ ആക്കാൻ പറയാത്തതാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ ആക്കിയെടുക്കാൻ മറ്റാരെ കൊണ്ടും പറ്റത്തില്ല, നമ്മളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ വന്നതാ. ഇതൊന്നും പറയാൻ ഞാൻ ആരുമല്ലേ, ഇതൊക്കെ എൻ്റെ കുറച്ച് തോട്ട്സാണ്. എൻ്റെ തോട്ട്സ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പം കുറച്ച് മോട്ടിവേഷൻ ആയില്ലേ?